ആലപ്പുഴ കൊമ്മാടിയിൽ അച്ഛനെയും അമ്മയെയും മകൻ കുത്തിക്കൊലപ്പെടുത്തി. ആഗ്നസ്, തങ്കരാജ് എന്നിവരാണ് മരിച്ചത്. രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായിട്ട്. രഘു, എപ്പോഴാണ് ഈ കൊലപാതകം നടക്കുന്നത്? എന്തെങ്കിലും ലഹരിയിലായിരുന്നോ? എന്താണ് അറിയാൻ കഴിയുന്നത്? ദിവിഷ്, മകൻ ലഹരിയിലായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 9 മണിക്ക് ശേഷമാണ് കൊലപാതകം ഉണ്ടായത്. ആലപ്പുഴ നഗര മധ്യത്തിൽ തന്നെയുള്ള ഒരു സ്ഥലമാണ് കൊമ്മാടി പാലം. ഇവിടെ ഈ മകൻ ഇറച്ചിവെട്ടുകാരനാണ് മകൻ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്പസമയം മുമ്പ് ബാബു എന്നാളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഈ വഴക്കിനിടയിൽ അച്ഛനെയും അമ്മയും ഇയാൾ കത്തി ഉപയോഗിച്ച് കുത്തുകയായിരുന്നു. അമ്മയെ വേഗത്തിൽ തന്നെ തൊട്ടടുത്തുള്ള ആലപ്പുഴ ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആയില്ല. അച്ഛൻ ചോര വാർന്ന നിലയിൽ റോഡിൽ കിടക്കുകയായിരുന്നു. ഇയാളെ പിന്നീടാണ് നാട്ടുകാർ കണ്ടെത്തിയത്. തുടർന്ന് ആ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ അച്ഛൻ മരിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമികമായിട്ടുള്ള വിവരം. എന്തായാലും മകൻ ബാബുവിനെ അല്പസമയം മുമ്പ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇയാൾ ലഹരിക്ക് അടിമയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. 70 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവരാണ് ബാബുവിന്റെ അച്ഛനും അമ്മയും. ബാബുവിനും 40 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇയാൾ സ്ഥിരമായി വീട്ടിലെത്തി വഴക്കിടുമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ശരി, ലഹരിക്ക് അടിമയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. സ്വന്തം അച്ഛനെയും അമ്മയെയും മകൻ കുത്തിക്കൊലപ്പെടുത്തി എന്നതാണ്. ആഗ്നസ്, തങ്കരാജ് എന്നിവരാണ് മരിച്ചത്. ഇവരുടെ മകൻ ബാബു ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ട്. രഘുനാഥ് നാരായണനാണ് വിവരങ്ങൾ നൽകിയത്.